ഹായ് എല്ലാവർക്കും നമസ്കാരം. മൈസൂസ് ടൈം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നാടൻ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഓഫീസിലെ രജീഷേട്ടൻ്റെ വീട്ടിലുണ്ടാക്കിയ നല്ല എന്താ പറയുക കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഈ ഒരു ഇളവനെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലൊരു എന്താ പറയുക 250 ഗ്രാം ഇളവൻ മാത്രമാണ് മുറിച്ചിട്ട് കഴുകി വെച്ചത്. മറ്റേതൊരു 4-5 കിലോ ഉണ്ടാവും. എന്നാലും അതിൽ നമുക്ക് വേണ്ടിയത് മാത്രം കഴുകി എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ഇളവനിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, പിന്നെ അതേപോലെ ഒരു 2 തണ്ട് കറിയില ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തത്, അതുകൊണ്ട് അതൊരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ ഉണ്ടാവും. 1 കപ്പ് തൈര്, 2 ചെല്ല് കറിയില, 2 വറ്റൽമുളക്, കുറച്ച് ഉലുവ, ഇത്രയുമാണ് എടുത്തത്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ചീരാമുളകും പിന്നെ ചെറിയ ജീരകവും ഇതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാ മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 ഒന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ, അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. അതേപോലെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇളവൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇളവനൊക്കെ നാടൻ ഇളവനായതുകൊണ്ട് ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ് നമ്മളെ ശരീരത്തിനൊക്കെ. അതേപോലെ ഇങ്ങനെയാണ് നാടൻ മോരുകറിക്ക് നമ്മളെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ വീക്കിലിയൊക്കെ അത് ഉണ്ടാക്കി കഴിക്കുന്നത് ചോറിന് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ കണ്ടോ, അത് അത്യാവശ്യം തിള വരുന്നുണ്ട്. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറവിടാണ്ട്, അതേപോലെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. അതേപോലെ നമുക്ക് പിന്നെ വേണ്ടത് വറ്റൽമുളകും കറിയിലയാണ്. അപ്പോൾ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മോരുകറിയിലേക്ക് ഈ വറവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മോരുകറി റെഡിയാവും. അപ്പോൾ അതിന് മുന്നേ ഈ വറവ് ചേർത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കണം. തീയൊന്നും ഓണാക്കരുത് കേട്ടോ, അടച്ച് വെക്കുക മാത്രം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്താൽ നല്ല മോരുകറി റെഡി ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്